അധ്യാപകർ വിദ്യാർത്ഥിനികളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സ്കൂളിൽ, അതായത് കാസർഗോഡ് ജില്ലയിൽ കുണ്ടംകുഴി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടുത്തെ പ്രഥമ അധ്യാപകൻ, അവിടുത്തെ ഹെഡ് മാസ്റ്ററാണ്, ഒരു കുട്ടിയോട് ചെയ്ത ആ ക്രൂരതയാണ് നമുക്കിന്ന് ശ്രദ്ധിക്കാനുള്ളത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 15 വയസ്സുകാരൻ, അവനെ ഈ സ്കൂൾ അസംബ്ലിയുടെ സമയത്ത് അവന് കാല് കൊണ്ട് ചരലെങ്ങാണ്ട് നീക്കി തറയിൽ കിടന്നത്, അത് ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ കളിച്ചില്ല, അവനെ അങ്ങോട്ട് വിളിച്ചു വരുത്തി, മുമ്പോട്ട് വിളിച്ചു വരുത്തി അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് കൈ കൊണ്ട് കഴുത്തിൽ, ഷർട്ടിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ഒരൊറ്റ അടി കരണത്ത്. ആ കുഞ്ഞിൻ്റെ കർണപ്പുടം തകർന്നു പോയി. കർണപടം തകരുന്ന വിധത്തിലുള്ള അടി ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അത് ഈ ചെവി പൊത്തി അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ ഇയർ ഡ്രം തകർന്നു പോകും. ആ ഇയർ ഡ്രം തകർന്നു പോയി ആ കുഞ്ഞിൻ്റെ. അതൊരു 15 വയസ്സുകാരൻ്റെ ഇയർ ഡ്രം തകർന്നാൽ അവന് എന്തുമാത്രം ബന്ധപ്പാടുണ്ടെന്നറിയോ? അവനിനി അതൊരു സർജറി കൂടെ മാത്രമേ, സർജിക്കൽ കറക്ഷനിലൂടെ അത് ശരിയാക്കാൻ പറ്റുള്ളൂ. സർജറി വേണം, ഒരു മേജർ സർജറി നടത്തണം. ആ സർജറി നടത്തിയാലോ 6 മാസം ഈ കുഞ്ഞ്, അവന് തല കുളിക്കാൻ പറ്റത്തില്ല, അവന് ഈ ചെവിയിലൊന്നും വെള്ളം കയറരുത്, ജലദോഷം ഉണ്ടാകരുത്, പനി വരരുത്, അതേപോലെ തന്നെ ചുമ ഒന്നും വരരുത്. വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതങ്ങ് തകർന്നു പോകും. ആ രീതിയിലുള്ള ബുദ്ധിമുട്ടൊരു കുഞ്ഞിനോട് ചെയ്തതാണ്. ഇവനൊക്കെ മനുഷ്യനാണെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇയാളാണോ അധ്യാപകൻ? ഈ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ എന്നിട്ട് എന്താ അവസാനം? ഇതറിയുന്നില്ല, ഈ അടിയും കൊടുത്ത് ഈ കുഞ്ഞ് ഇങ്ങനെ വല്ലാത്ത ഒരടിയല്ലേ, അവൻ അത്രയും വേദന ചെവിക്കുണ്ട്, അത് ഉണ്ടായി. അപ്പോൾ ഇത് അവിടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഈ പയ്യൻ്റെ തന്നെ നേരെ ഇളയ സഹോദരി 5ാം ക്ലാസ്സിൽ അവിടെ പഠിക്കുന്നത്. ആ കുട്ടി തലകറങ്ങി വീണു, ഛർദ്ദിച്ചു എന്ന് സ്കൂളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഈ പയ്യൻ്റെ അമ്മയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഈ അമ്മ ആ കുഞ്ഞിനെ അന്വേഷിച്ച് അവിടെ ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ ഇത് വീണതിൻ്റെ കാര്യം എന്തുവാന്ന്, ഇത് ഈ ഛർദ്ദിൽ വന്നു, ഇതിന് തലകറക്കം ഉണ്ടായി, അത് വീണു. അപ്പോൾ അത് മകനെയും കൂടെ ഒന്ന് കണ്ടേക്കാമെന്ന് പറഞ്ഞ് മോൻ്റെ ക്ലാസ്സിൽ ചെല്ലുമ്പോഴാണ് ബാക്കിയുള്ള സഹപാഠികൾ പറഞ്ഞു കൊടുത്തത്, ഇതുപോലെ ഇവനെ ഇങ്ങനെ അടിച്ചെന്ന്. ഇയാൾ ഹെഡ് മാസ്റ്റർ ഇവനിങ്ങനെ അടിച്ച്, ഇത്രയും വലിയ ഒരു അടി അവനെ അടിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഈ കുട്ടി തല ഇറങ്ങി വീണത്. അതാണ് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ അതൊന്നും അവിടെ ആരും പറയുന്നില്ല. ഇവൻ വീട്ടിൽ വരുന്നു, അന്ന് രാത്രി ഇവന് ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറങ്ങിയില്ല. കാരണം അത്രത്തോളം അതിയായ വേദനയാണ്, കഠിനമായ വേദന. അപ്പോൾ ഇത് പുറത്തറിഞ്ഞു. അപ്പോഴത്തേക്ക് ഇത് ഹെഡ് മാസ്റ്റർ അടുത്ത് പോയി ഇത് ചോദിക്കാനായിട്ട് ഈ അമ്മയൊക്കെ കൂടെ ചെല്ലുന്നു. ചെന്നപ്പോൾ അയാൾ ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് വൈകുന്നേരം PTA പ്രസിഡൻറ്റ്, നല്ല 1ാം തരം പ്രസിഡൻറ്റാണ്, PTA പ്രസിഡൻറ്റും അവിടുത്തെ അധ്യാപകരും കൂടെ ഈ വീട്ടിൽ ചെല്ലുന്നു. ചെന്നിട്ട് എങ്ങനെയെങ്കിലും ഇത് അയാൾക്ക് ദേഷ്യം വന്നങ്ങ് അടിച്ചു പോയാന്ന്. അവന് ദേഷ്യം വന്ന് അടിക്കാൻ ആരാ? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരുത്തൻ, അയാൾ അധ്യാപകനായിരിക്കാൻ യോഗ്യനാണോ? ഇവനെ സർവീസിൽ നിന്ന് പറഞ്ഞയക്കണം. ഒരു കാരണവശാലും ഇരുത്തരുത് സർവീസിൽ. കാരണം ഇയാൾ ഒരു അധ്യാപകൻ, അതും പ്രഥമ അധ്യാപകൻ ആയിട്ട് ഇരുത്താൻ ഒരു യോഗ്യതയില്ലാത്തവനാണ്. ഇത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ പിരിച്ചു വിടണം, എൻ്റെ അഭിപ്രായത്തിൽ അതാ ചെയ്യേണ്ടത്. ഒരിക്കലും ഇരുത്തിയേക്കരുത് ഇത്. എന്നിട്ട് എന്താ, കേസ് എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കണം. അതിന് 1 ലക്ഷം രൂപ കൊടുക്കാം. ഈ കുഞ്ഞിൻ്റെ ഈ ചെവി നഷ്ടപ്പെട്ടതിന് 1 ലക്ഷം രൂപ കൊടുത്താൽ അവൻ്റെ ചെവി ശരിയാവൂ? ഇത്രയും വലിയ കടുങ്കൈ ചെയ്തേക്കുന്നവന്. അതായത് ഗുരുതരമായ, അതായത് നോക്കണം നമ്മൾ, ഗ്രീവസ് ആക്ടാണ് സംഭവിച്ചേക്കുന്നത്. നല്ല ശിക്ഷയുള്ള ഒഫൻസാണ്, വളരെ ശിക്ഷയുള്ള ഒഫൻസ്. അത് നമ്മുടെ BNS അനുസരിച്ചും നേരത്തെ IPC അനുസരിച്ച്, ഇപ്പോൾ BNS അനുസരിച്ച് ഉള്ള വളരെ അതികഠിനമായിട്ടുള്ള ഒഫൻസാണ്. ഇയാളെ ഒന്നും ഒരു കാരണവശാലും ഇയാളെ ഒന്നും വെറുതെ വിടരുത്. അത് ആ 1 ലക്ഷം രൂപ അവൻ കൊണ്ടുപോയി പുഴുങ്ങി തിന്നോട്ടെ. അതിന് പകരം 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന്. ഇതാണ് എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കണം. അവർ പാവങ്ങളാണ് അവർ, പക്ഷേ അവരത് വാങ്ങാൻ തയ്യാറായില്ല. അവർ കേസ് കൊടുക്കാൻ പോകുന്നതിനെ തീരുമാനിച്ചേക്കാണ്. ഇനി ബേഡകം പോലീസ് ഇതിൽ
അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനി അത് അന്വേഷണം ആരംഭിച്ചാൽ മാത്രമല്ല, അയാളുടെ പേര് FIR രജിസ്റ്റർ ചെയ്യണം, എന്നിട്ട് കേസെടുക്കണം നന്നായിട്ട്. അതാ വേണ്ടത്, അത് ചെയ്യണം. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചുള്ള ഒഫൻസ് ഉണ്ട്, അതുപോലെ ചൈൽഡ് റൈറ്റ്സ് ആക്ട്, ഇതെല്ലാം ഇത് മുഴുവൻ വരും ഇതിനകത്ത്. ഇത് ഇങ്ങനെയുള്ളതും അതും BNS-ഉം ഇതൊക്കെ ഇത് അങ്ങനെ ഒതുക്കി തീർക്കുകയൊന്നും ചെയ്യരുത്, ഒതുക്കി തീർക്കാൻ പാടില്ല ഇതൊന്നും. ഇത് കേസെടുക്കണം, അയാളുടെ എതിരെ നല്ല രീതിയിൽ ആ നല്ല നടപടികൾ വരണം, അതാണ് വേണ്ടത്. ഒരു കുഞ്ഞിനോടും ഒരു അധ്യാപകനോ ഒന്നും ഒരിക്കലും ചെയ്തുകൂടാത്ത കാര്യമാണ് ഈ ചെയ്തേക്കുന്നത്. അവൻ്റെ സ്വന്തം കുഞ്ഞിനടുത്താണെങ്കിൽ അവൻ ഇങ്ങനെ ചെയ്യുമോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇയാൾ എന്തോ അധ്യാപകനാന്ന് പറയുന്നത്. ഞാൻ അയാളെ അധ്യാപകനായിട്ടൊന്നും കണക്കാക്കുന്നില്ല, വൃത്തികെട്ടവൻ. അത് ഇങ്ങനെ ഇതുണ്ടല്ലോ, ഇത് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഇത് കണ്ണു തുറന്ന് കാണണം, രക്ഷാകർത്താക്കൾ മനസ്സിലാക്കണം. PTA പ്രസിഡന്റ് പറഞ്ഞില്ലേ, അയാൾ എന്തോ പ്രസിഡന്റാ, അവൻ്റെ കുഞ്ഞിനടുത്താണെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്താൽ സഹിക്കുമോ? ഇല്ലല്ലോ. ഇവർ പാവപ്പെട്ടവരായതുകൊണ്ട് ഇവരെ സ്വാധീനിക്കാൻ ചെല്ലുകയാണ്, PTA പ്രസിഡന്റ് ഉൾപ്പെടെ. ഈ പോയേക്കുന്ന അധ്യാപകരൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അധ്യാപകരല്ല. ആണെന്നുണ്ടെങ്കിൽ ഇത് 1,00,000 രൂപ കൊടുത്തത് അങ്ങ് തീർത്ത് അയാൾക്ക് ദേഷ്യം വന്ന് അടിച്ചാന്ന്. ദേഷ്യം വന്ന് അടിക്കാൻ എന്തോന്ന്, അയാൾ പോലീസുകാർ പോലും ചെയ്യാത്ത പണിയല്ലേ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് ചെയ്ത് വെച്ചേക്കുന്നത്. ഏതായാലും നല്ല നടപടി വേണം ഇതിൽ.